എൻ്റെ പേര് മേഴ്സി ജേക്കബ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് മേലെടുക്കം ലൂർദ് മാതാ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഡിസംബറിലാണ് ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് വലിയൊരു കഥയാണ്. കാരണം എൻ്റെ മോള് 6 പ്രാവശ്യം IELTS പരീക്ഷ എഴുതി ഫെയിലായി. പിന്നെ അത് വിട്ടു 5 പ്രാവശ്യം OET പരീക്ഷ എഴുതി. അതിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും എക്സാമും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു. ആ 5 എണ്ണവും ഫെയിലായി. അതിനുശേഷം ഭയങ്കര നിരാശയായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും, സാരമില്ല മോളെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി നോക്കാം. ഡൽഹിയിലൊരു 3-4 വർഷം ജോലി നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ IELTSും OET എല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞ് ഭയങ്കര നിരാശപ്പെട്ട് വീട്ടിലിരിക്കുമ്പം ഇവളെപ്പോഴും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനകൾ, ബൈബിൾ വചനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇനി ഈ ആവശ്യം പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഒരു കോഴ്സ് പാസ്സായി, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എവിടെയെങ്കിലും ജോലി ചെയ്യാൻ നോക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരുത്സാഹപ്പെടുത്തി. അപ്പോഴും പുള്ളിക്കാരിക്കൊരു പ്രതീക്ഷയായി. ഒരു ദിവസം ഞാനൊരു CBSE സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപികയാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ മോള് ആരോ അവൾക്കൊരു കൃപാസനം പത്രം കൊടുത്തു. അപ്പം തലേദിവസം പള്ളിയിൽ പോയപ്പോൾ ഒരു സിസ്റ്റർക്ക് കൊടുത്തതാണ്. സിസ്റ്റർക്ക് ആരോ കൊടുത്തത്. സിസ്റ്റർക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. സിസ്റ്റർ മാംഗ്ലൂരിയനാണ്. അപ്പോൾ ഈ കൊച്ചിന് പത്രം കൊടുത്തു. അവളത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പോയതിന് ശേഷം വായിച്ചപ്പം അതിൽ ഒരു സാക്ഷ്യം, ഒരു പെൺകുട്ടി 31 പ്രാവശ്യം IELTS പരീക്ഷ എഴുതിയിട്ട് ഫെയിലായി. അപ്പോൾ ഇവളെന്നോട് ഭയങ്കര അതിശയത്തിൽ പറഞ്ഞു, മമ്മി 31 പ്രാവശ്യം IELTSന് എത്ര ലക്ഷം രൂപ അവർ മുടക്കി കാണും, അത്രയൊന്നും എനിക്കായില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ്, ഇതെങ്കിലും സമ്മതിക്കണം, ഒന്ന് പോയിട്ട് നമുക്കൊരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ. അവൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഉടമ്പടിയും വേണ്ട, ഒന്നും വേണ്ട, ഉള്ള പ്രാർത്ഥന, ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളി, അത് മാതാവിൻ്റെ പള്ളി, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, ഇനി ഈ പരിപാടിയും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ ഡാഡിയോട് പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് തരണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളുടെ കരച്ചിലും സങ്കടവും കണ്ടപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിന് ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് വന്നു. ഇവിടെ വന്നു, ചേർത്തല വന്നു, ട്രെയിൻ ഇറങ്ങി, അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഉടമ്പടി എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ലാണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, മത്സരിച്ച് ഞങ്ങൾ കരഞ്ഞു. കാരണം ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, കാര്യം നടക്കണ്ടേ. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ അച്ഛനെ കണ്ടൊരു പെർമിഷൻ ചോദിക്കട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാം, അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമായിട്ട് ഈ കൗൺസിലിംഗ് ക്ലാസ് അതുപോലെ തന്നു, ഞങ്ങൾക്ക് ഉടമ്പടി തന്നു. അപ്പോഴും ഒരു പ്രശ്നം വന്നു, ഞങ്ങൾ അമ്മയും മോളും അല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല, മോള് കല്യാണം കഴിഞ്ഞാണ്, അവൾ വേറെ കുടുംബമായിട്ട്, എന്നാലേ എനിക്ക് വന്ന് പുതുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും 2 പേരും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പോയിട്ട് 3 മാസത്തെ DHA കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അല്ല, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് DHA പഠിക്കാൻ പോയി. അതിന് ശേഷം വന്ന് ആദ്യത്തെ എക്സാം എഴുതി ഫെയിലായി. അതിന് ശേഷമാണ് ഉടമ്പടിക്ക് വരുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എല്ലാ സ്ഥലത്തും എക്സാമിന് കൂട്ടുപോകുന്ന ഞാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഇപ്രാവശ്യം ഒരു ചലഞ്ചായിട്ടിരിക്കട്ടെ, മമ്മി എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി എഴുതിക്കൊള്ളാം. അപ്പോൾ ഒരിക്കലും ഇല്ലാത്തതാണ് ബാംഗ്ലൂർ ആ പ്രാവശ്യം എക്സാമിന് സെൻറ്റർ കിട്ടിയത്. അപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇതും ഫെയിലായ എന്ത് ചെയ്യുന്നൊരാശങ്ക എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ ഉടമ്പടി കാശുരൂപവും ഉപ്പും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ നെഞ്ചോട് ചേർന്ന് അമ്മ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇന്നറിൻ്റെ ഉള്ളിൽ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് എക്സാമിന് കയറി. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ തല കറങ്ങി. കാരണം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത, നേഴ്സിങ്ങിൽ ഏതാണ്ട് ഫാർമസിക്കാർക്ക് കിട്ടുന്ന പോലെ കാൽക്കുലേഷനും കെമിസ്ട്രിയൊക്കെ പെട്ട ക്വസ്റ്റ്യൻ എനിക്ക് വായിച്ചു നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ഒരു കൈ കൊണ്ട് എൻ്റെ നെഞ്ചിൽ കാശുരൂപത്തിൽ തൊട്ട് പിടിച്ചുകൊണ്ട് ബാക്കി ആൻസറുകൾ മുഴുവൻ എനിക്കറിയാവുന്നതെല്ലാം ക്ലിക്ക് ചെയ്ത് വിട്ടു. ഞാൻ എഴുതുന്നതെല്ലാം അമ്മയെ ശരിയായിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അങ്ങനെ മോള് പിറ്റേ ദിവസം എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നു. ഞാൻ സ്കൂളിൽ പോയി. അപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് കുറേ മിസ് കോൾ വന്നു. ഞാൻ ഇൻ്റർവെൽ ടൈമിൽ വന്ന് മൊബൈൽ നോക്കുമ്പോൾ ഒരു 6 മിസ് കോള്. എനിക്ക് സത്യം പറഞ്ഞാൽ വിറച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. എന്തിനാ ഇത്രയധികം മിസ് കോൾ വന്നേ, ഫെയിലാണോ, എന്തായാലും
എടുത്തു കഴിഞ്ഞപ്പം ആദ്യമേ ഒന്ന് പൊട്ടിക്കരവേത്. അപ്പോഴേക്കും ഞാൻ തളർന്നു പോയി. സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്നത്. അപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു എക്സാം പാസ്സായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അന്ന് വൈകുന്നേരം ചെന്നപ്പം പിന്നെ പുറത്തേക്ക് പോകാനുള്ള നടപടികളും കാര്യങ്ങളൊക്കെ ആയി. ഒരു 1.5 മാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം വലിയൊരു പ്രശ്നം വന്നു. കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു, ജോലി ഇല്ലാതെ നിന്ന്. മാതാവിൻ്റെ ഇത്രയും വലിയൊരു അത്ഭുതം എന്താ അവിടെ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഡൽഹിയിൽ നിന്ന് അവൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടി. അതെല്ലാം സ്വീകരിക്കേണ്ടടുത്തൊക്കെ മാതാവിൻ്റെ വലിയ അത്ഭുതം ഇങ്ങനെ ശരിക്കും ഉള്ളം കയ്യിൽ കൊണ്ടിടുന്നു. സഞ്ചാരി മാതാവ് എന്നുള്ള വാക്കിൻ്റെ ഒരു വലിയ അർത്ഥമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം ശരിക്കും മോളെ ഒരുക്കി വിദേശത്തേക്ക് പോകാം. അപ്പം ഡൽഹിയിൽ ഒരു സ്ഥലത്ത് ദുബൈയിൽ ജോലിക്ക് പോകാം, അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം അന്നൊന്നും ഞങ്ങൾക്ക് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവളുടെ കൂടെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നേഴ്സ് മെങ്കച്ചുണ്ടായിരുന്നു. അവളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. ജിന, നീ ധൈര്യമായിട്ട് കയറിപ്പോരെ, എൻ്റെ കൂടെ താമസിക്കാം. അവർ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, പ്രിൻസ് ചേച്ചി ഞാനങ്ങനെ വന്നിട്ടുണ്ട്, എന്താ വെച്ചാൽ അത് സാറില്ല, അച്ഛനെ ഞാൻ 1 മാസത്തേക്ക് അങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മാതാവ് ഇടപെട്ട വലിയ അത്ഭുതകരമായ ഒരു രീതി, ഒരു സംരക്ഷണം. അപ്പോൾ മോളങ്ങനെ നേരെ ദുബായിക്ക് പോയി. ഞങ്ങളൊരു 30,000 രൂപ ദിർഹമൊക്കെ എടുത്ത് കൊടുത്തു. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചിലവിനൊക്കെ വേണ്ടേ. അപ്പോൾ പറഞ്ഞു ഒരു 25 മതി, ഞാൻ അഥവാ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എന്തെങ്കിലും ചെയ്യണം, എൻ്റെ കയ്യിൽ വേണ്ട, ഒരു 5 കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 25,000 രൂപ അയാൾ ദിർഹമാക്കി കൊടുത്ത് മോളെ പറഞ്ഞു വിട്ടു. അപ്പം അങ്ങനെ പോകാനെല്ലാം റെഡിയായി. ഡേറ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി വെച്ചപ്പം വീട് പണി വേഗം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ മോള് പോകുമല്ലേ, വീടൊക്കെ ഒന്ന് കൊണ്ടേ കാണിക്കാം. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ, പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലുകൊണ്ട് മാത്രം പെട്ടെന്നായതാണ്. അതുകൊണ്ട് മോളെ എന്നാൽ വീട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മോളെ വീട് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അന്ന് വരെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടുകളേക്കാളൊക്കെ നല്ല വീട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ശോ എൻ്റെ മമ്മി ഈ വീട്ടിൽ ഒരന്തി ഒന്ന് കിടന്നിട്ട് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ മോള് പറഞ്ഞു. അത് ഒരു പെയിനായി. കാരണം എന്താ പറഞ്ഞേ, ഇരിക്കുന്ന കൊമ്പേന്ന് വെറുതെ അങ്ങ് ചിറകടിച്ച് പറന്നു പോകുന്ന പോലെയാണ്. അവിടെയും ഒരു പിടിപാടില്ല, ഇവിടെ ഇല്ല. കറക്റ്റ് ഒരു ജോലി കിട്ടിയിട്ടും അല്ല പോകുന്നത്. ഒരു ജോലി തേടി ഒരു പെങ്കൊച്ച് അറിയത്തില്ലാത്ത ഒരു രാജ്യത്തേക്ക് പോകുന്ന അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു 90% വീട് പണി കഴിഞ്ഞു. അപ്പോൾ ഡേയും നൈറ്റും കുറേ പണിക്കാരെ വെച്ചിട്ട് പെട്ടെന്ന് വീട് പണി തീർത്തിട്ട് വീട് പണി ഏകദേശം തീർന്നു വന്നപ്പം അവൾക്ക് ഫെബ്രുവരി 18 ടിക്കറ്റ് ഓക്കെ ആയി. അപ്പോൾ അതിൻ്റെ തലേ വർഷം 2019 ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പം വെച്ചതാണ്. ഫെബ്രുവരി 16 നിയോഗം വെച്ചത്. 2020 ഫെബ്രുവരി 16 ഞങ്ങളുടെ വികാരിയച്ഛൻ എടവപ്പള്ളിയിലെ വലിയ പെരുന്നാളിൻ്റെ ദിവസം അതിരാവിലെ വന്ന് ഞങ്ങളുടെ വീട് വെഞ്ചരിച്ച് തന്നു. അപ്പോൾ ആ 16-ാം തീയതി ഒരു രാത്രി മോള് വീട്ടിൽ അന്തി ഉറങ്ങി. പിറ്റേ ദിവസം 17-ാം തീയതി ഞങ്ങൾ മാംഗ്ലൂർക്ക് പോയി. കാരണം 18 മോർണിംഗിലായിരുന്നു ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ അവൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരന്തി ആ വീട്ടിൽ ഉറങ്ങാൻ ആ സമയത്ത് ദൈവം അനുവദിച്ചു. അത് ഭയങ്കര ഒരു സംഭവം. കാരണം ആ ഒരു സമയ ചുരുക്കത്തിൽ ആ കറക്റ്റ് ഡേറ്റിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. തലേ വർഷത്തെ 16-ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ 16-ന് വീട്ടിൽ കൂടി ഒരന്തി അവിടെ ഉറങ്ങാനും പറ്റി. അങ്ങനെ മോള് വിദേശത്തേക്ക് പോയി. അവിടെ എത്തി 1 മാസത്തിനുള്ളിലൊക്കെയുള്ള ചെലവിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. 1 മാസമാണ് ഈ ഫ്രണ്ട് താമസിപ്പിക്കാമെന്ന് പറഞ്ഞത്. അവിടെ ചെന്നു, ലോക്ക്ഡൗൺ ആയി. പിന്നീട് വിളിക്കുമ്പം ഭയങ്കര സങ്കടമായി. അപ്പോൾ പറഞ്ഞു, മമ്മി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ വാഹനങ്ങൾ ഇങ്ങനെ സൈറൺ ഇട്ട് റോഡൊക്കെ സാനിറ്റൈസ് ചെയ്ത് പോകുന്നത് മാത്രമേ കാണാനുള്ളൂ. എന്ന് തിരിച്ചു വരും, എങ്ങനെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം 4 ദിവസം മോള് ഫോൺ വിളിച്ചില്ല. അപ്പം ഭയങ്കര സങ്കടമായി. എന്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ 1-2 പേരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊക്കെ കുഴപ്പമൊന്നുമില്ല, ജോലി കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന്. അപ്പം പിന്നെ ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് പേടിക്കണ്ട, നിന്നെ കൊണ്ടുപോയത് കൃപാസന മാതാവാണെങ്കിൽ നിനക്കൊരു ജോലി അമ്മ അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരുക്കി ഇവളെ ഇൻ്റർവ്യൂവിന് വിട്ടു. നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നുമല്ല, കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പോകണം ജീന എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരുക്കി പെറുക്കിയൊക്കെ വിട്ടു. അവിടെ പോയി ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തൊരു പകുതിയായപ്പം ഇവൾ ആരോട് ചോദിക്കാതെ ഇവളുടെ ഫയലും പെറുക്കി എടുത്തുകൊണ്ട് ഓടി. അപ്പം എന്നോട് പറഞ്ഞു, മമ്മി 2 അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ 4 അടി പുറകോട്ട് വലിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. പേടിയാണോ, വിഷമാണോ, സങ്കടമാണോ, കിട്ടൂല എന്നുള്ള നിരാശയായിരുന്നോ, എന്താ അപ്പോഴത്തെ ഒരു വികാരം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഫയലും എടുത്തിട്ട് ഓടിയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. ഈ അഭയം കൊടുത്ത ആളോട് ഈ വിവരം ഒന്നും പറഞ്ഞില്ല, കാരണം അവരെ ഇറക്കി വിടൂലേ. അപ്പം അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോള് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും, മാതാവ് ഇടപെടും, സഞ്ചാരി മാതാവല്ലേ, ഞാൻ പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, മോളുടെ അടുത്ത് വരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു 3 ദിവസം കഴിഞ്ഞപ്പം ഏപ്രിൽ മാസത്തിൽ 3-ാം തീയതിയോ മറ്റോ അവൾ പറഞ്ഞു, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് കോവിഡ് പേഷ്യൻസ് ഉണ്ട്, അപ്പോൾ നേഴ്സുമാർ കൂടുതൽ വേണം, ഇവിടെ നേഴ്സുമാരെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു CV ഒക്കെ അയച്ചു കൊടുത്തു. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഒരു 3 മാസത്തേക്ക് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസത്തെ ടെമ്പററി കൊടുത്തു. അതിനുശേഷം അത് 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും 1 വർഷത്തേക്ക് ചെയ്തു. ആ 1 വർഷമായപ്പോഴേക്കും അവരെ പെർമനൻ്റ് ആക്കി. അത് കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അവളവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാഫായിട്ട് അവൾക്ക് വലിയ അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ കിട്ടി. അതിനുശേഷം ഏറ്റവും വലിയ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റൽ തന്നെ ഉയർത്തപ്പെട്ടു. ഈ അടുത്ത ദിവസം UAE നമ്പർ 1 ഹോസ്പിറ്റലായിട്ട് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ വീണ്ടും അംഗീകാരം നേടി. അപ്പം അതൊക്കെ വലിയ സന്തോഷത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു കാര്യമായിരുന്നു. അതുപോലെ മോളുടെ പഠിത്തം, ജോലി, ഞങ്ങളുടെ വീട്, അതുപോലെ ഒന്നായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം. ഞങ്ങൾ എവിടെ താമസിച്ചാലും പല സ്ഥലത്തും കിണർ കുഴിക്കും, വെള്ളം വേനൽക്കാലമാകാൻ പറ്റും, അങ്ങനെ ഭയങ്കര കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ വീട് പണിതെടുത്ത ബോർവെല്ലാണ്. അപ്പോൾ പല സ്ഥലത്തും ബോർവെല്ലിൽ ചെളിവെള്ളമൊക്കെ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അന്ന് വന്നപ്പോൾ നിയോഗം വെച്ചു, ഞങ്ങൾ ശുദ്ധമായ ഒരിക്കലും വറ്റാത്ത കുടിവെള്ളം തന്ന് അനുഗ്രഹിക്കണേ അമ്മയെന്ന്. അങ്ങനെ ആ അറ്റത്ത് ഞങ്ങളുടെ കിണറും ഈ അറ്റത്ത് വേറൊരാളുടെ കിണറും ഉണ്ട്, ഞങ്ങളുടെ 2 പറമ്പിൻ്റെ അതിരയിൽ. പക്ഷേ ഞങ്ങളുടെ കിണറിൽ നല്ല ശുദ്ധജലമാണ്. ഈ ഒരു 50 മീറ്റർ അകലെയുള്ള കിണറിൽ ചെളിവെള്ളം, ആ വീട്ടുകാർ നമ്മുടെ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരാഴ്ചയൊക്കെ കലത്തിൽ ജാറിലൊക്കെ പിടിച്ചു വയ്ക്കും, വെള്ളം എന്തെങ്കിലും മോശമുണ്ടെന്നറിയാൻ. ഒന്നുമില്ല, പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ നല്ല കുടിവെള്ളം കിട്ടി, ദൈവം അനുഗ്രഹിച്ചു. അത് മാതാവ് തന്ന, ഞങ്ങൾ നിയോഗം വെച്ചതെല്ലാം തന്നെ മാതാവ് സാധിച്ചു തന്നു. പിന്നെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓഗസ്റ്റിലൊരു സ്കൂട്ടി വാങ്ങി. അപ്പോൾ ഒരെണ്ണം വാങ്ങിയൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മറിച്ചാലും വീഴ്ചാലും എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്കൂട്ടി വാങ്ങി. അപ്പോൾ എന്തോ അമ്മയ്ക്കത് എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം, എപ്പോൾ വണ്ടി ഓടിച്ചാലും ഒരു 2 കിലോമീറ്റർ ഓടിയാൽ ഏത് നടു റോഡിലും വണ്ടി അവിടെ ചത്ത് കിടക്കും. അപ്പോൾ പിന്നെ ഇതിനെ ഒന്നെങ്കിൽ ഗ്യാരേജിൽ നിന്ന് ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവിടെ നിന്ന് നന്നാക്കിപ്പിക്കും, അല്ലെങ്കിൽ ഇതിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം, കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് വരെ ഒരു 7 പ്രാവശ്യമെങ്കിലും ഇതിനെ നന്നാക്കിച്ചിട്ടും ഇത് ഒരിക്കലും ഓടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായി മടുത്തു, വണ്ടി ഷെഡിൽ വെച്ചു. അപ്പം മോൻ മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട്. അവൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ഈ വണ്ടി ട്രെയിനിന് പാക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവൻ്റെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കുറച്ച് ദൂരമുള്ളൂ, അപ്പോൾ 2 കിലോമീറ്ററൊക്കെ നിനക്ക് ഓടിക്കാം, ഇത് വെറുതെ കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു ചെല്ലുമ്പം അവിടെ അവൻ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ക്ലാസ് ഉണ്ട്, ഞായറാഴ്ച ദിവസം അവിടെ ഇതൊന്നും അയക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നേ? അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഡാഡിയോട് പറയണ്ട, ഞാൻ ഈ വണ്ടി എടുത്ത് പൊക്കോളാൻ, ഈ 2 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ചത്തു പോകുന്ന വണ്ടി ഇങ്ങോട്ട് നീ എങ്ങനെ പോകും മോനെന്ന്. അതൊന്നും മമ്മി അറിയണ്ട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ അവൻ്റെ കയ്യിലുണ്ട് ഉടമ്പടി കാശുരവും വെച്ച് പ്രാർത്ഥിച്ചു. ഈ ഉടമ്പടി തൈലം തൊട്ട് കുരിശ് വരച്ചു. ഞാൻ പറഞ്ഞു, എവിടെ വെച്ച് നിൽക്കുന്നോ അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് മോൻ പൊയ്ക്കോന്ന് പറഞ്ഞു, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 കിലോമീറ്റർ എത്തിയപ്പം വണ്ടി പയ്യെ അതിൻ്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി.
അപ്പോൾ അവൻ പറഞ്ഞു, എന്തോ ഒരു വല്ലാത്തൊരു ശക്തി എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവിടെ അടുത്ത ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടുത്തെ ആൾക്കാരോടൊന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിച്ചു. അവിടുത്തെ ഒരു ടെക്നീഷ്യനൊന്ന് നോക്കി വണ്ടി എടുത്തു. പിന്നെ എനിക്കറിയത്തില്ല, കുതിര പായുന്ന പോലെ ഈ വണ്ടി പോയി 2.5 മണിക്കൂർ 2.25 മണിക്കൂർ, ബൈക്കിനാണെങ്കിൽ 2.5 മണിക്കൂർ എടുക്കാൻ സാധനം. ഈ സമയം കൊണ്ട് കാഞ്ഞങ്ങാടുന്ന് മംഗലാപുരത്ത് അവൻ താമസിക്കുന്ന സ്ഥലം വരെ ആ സ്കൂട്ടി ഓടിച്ചു പോയി. അപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. മോൻ ചെല്ലുമ്പോൾ ഈ വിവരങ്ങൾ എനിക്ക് തരും. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, ഡാഡിയോട് പറഞ്ഞില്ല, കാരണം പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ പിന്നെ എന്തോ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നതുകൊണ്ട് ഞാൻ പറയും, മോനെ എന്ത് സംഭവം ഉണ്ടെങ്കിലും പറയണമെന്ന്. അപ്പോൾ അവൻ ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഒരു വീട്ടിൽ നിന്ന് 5 മണിയായിപ്പോയി, 7:30 ആയപ്പോൾ മെസ്സേജ് വന്ന് ഞാൻ സേഫായിട്ട് ഇവിടെ എത്തിയെന്നും പറഞ്ഞിട്ട്. അതിന് ശേഷം ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, ഇതുവരെ ആ വണ്ടിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഈ 1 വർഷം ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടി ഷെഡിൽ, അങ്ങനെയായിരുന്നു ആ വണ്ടി ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പം എന്താണ് ഈ ഒരു കാശുരൂപത്തിൻ്റെ, ഉടമ്പടി കാശുരൂപത്തിൻ്റെ വില, എന്താണ് ഈ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു വില എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ എവിടെ പോയാലും ഞാനും ഈ അമ്മയെ സഞ്ചാരി മാതാവെ കൂടെ വരണം. ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ പറയാം, അമ്മയെ ആദ്യം തിരുക്കുമാരനോട് കയറിയിരിക്കണം. അതൊരു നിയോഗ പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും, അതൊരിക്കലും മറക്കാറില്ല. ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപം കൊണ്ട് നടക്കും. എവിടെ പോയാലും എനിക്ക് മുമ്പേ അമ്മ ചെന്ന് എനിക്ക് വേണ്ടത് ചെയ്തു തരണം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പം കഴിഞ്ഞ മാസം ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇരുട്ടിയിൽ ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചതിൻ്റെ 41-ന് പോയിട്ട് രാവിലെ പോയി തിരിച്ചു വന്നപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ഡയബറ്റിക്കൊക്കെ, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വണ്ടിയൊക്കെ ഓടിക്കുക, ക്ഷീണമൊക്കെ. ഒരു പയ്യന്നൂരിന് ഒരു 5 കിലോമീറ്റർ അപ്പുറം വെച്ചിട്ട് ഞങ്ങൾ തണുത്ത വെള്ളവും ജ്യൂസൊക്കെ കുടിച്ചിട്ട് മെല്ലെ വണ്ടി എടുത്ത് വന്നു. പക്ഷേ പയ്യന്നൂർ കോളേജിൻ്റെ അവിടെ എത്തിയപ്പം ഞാൻ നല്ല ഉറക്കമായിരുന്നു. മാലപ്പടക്കം പൊട്ടുന്ന പോലെ പട്ടപ്പട ഒച്ച കേട്ടു. എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ നട റോഡിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ആരുടെയോ വണ്ടി ഇടിച്ചതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാം ഞങ്ങളുടെ വണ്ടിയുടെ നേരെ ഓടി വരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ആക്സിഡൻ്റ് ആയത് ഞങ്ങളുടെ വണ്ടിയാണ്. നോക്കുമ്പോൾ ബസ് നിർത്തിയിട്ട് ഈ ബസ്സും കാറും കൂടി പക്ക നട് റോഡിൽ നിന്ന് തമ്മിലടിച്ചു. വണ്ടിയുടെ ഒരു ഭാഗം മുഴുവൻ പോയി. പക്ഷേ ഇതാ പറഞ്ഞ, ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവസാനം ഈ വണ്ടി കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന വാഹനം വന്ന് ഈ വണ്ടി കൊണ്ടുപോയി. ഒരാഴ്ചയ്ക്ക് നന്നായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സഞ്ചാരി മാതാവ് എപ്പോഴും എല്ലാവരും, എൻ്റെ ദൈവമക്കളെ എല്ലാവരും പ്രാർത്ഥിക്കണം അമ്മയോട് കൂടെ വരാൻ. എവിടെ പോയെന്നാലും ഏത് പാതാളത്തിലും ഏത് അപകടത്തിൽ നിന്നും അമ്മ നമ്മളെ സംരക്ഷിക്കും. വലിയൊരു സംരക്ഷണമുണ്ട്. ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ഈ അടുത്ത ദിവസം ഒരു 6 മാസം മുമ്പ്, അടുത്ത ദിവസമല്ല ഒരു 6 മാസം മുമ്പ് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് കഴിഞ്ഞിട്ട് അടുക്കളയിൽ അത്യാവശ്യം കഞ്ഞിക്കുള്ള വെള്ളം, കുടിവെള്ളമൊക്കെ വെച്ചിട്ട് വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ട് പറ്റുന്നില്ല എനിക്ക്. എന്നോട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുന്നൊരു വല്ലാത്തൊരു ഉൾവിളി. ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു, വേഗം വന്നു തിരി കത്തിച്ചു, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്ക് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അമ്മ ചെല്ലണം, മംഗലാപുരം വരെ പോകാൻ എനിക്കിപ്പോൾ പറ്റില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, അമ്മ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെല്ലണം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന വന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു 1 മണി 1:30 ആയപ്പം എനിക്കൊരു മെസ്സേജ് വന്നു, മമ്മി ഒരു വലിയ മരിയൻ മിറക്കിൾ ഇന്ന് സംഭവിച്ചു, രാത്രി വിളിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അറിയാനുള്ള എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചെങ്കിലും അവനൊന്നും തിരിച്ച് മറുപടി ഇട്ടില്ല. രാത്രിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു 5 മണിക്ക് അലാറം വെച്ച് ഞാൻ എഴുന്നേറ്റു മമ്മി, പക്ഷേ അലാറം അറിയാതെ ഓഫായിപ്പോയി. 1/2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കം വെച്ച് ഓഫായിപ്പോയി, ഉറങ്ങിപ്പോയി. എങ്ങനെയോ പെട്ടെന്ന് എൻ്റെ മുഖത്തിൻ്റെ തന്നെ ആരോ വന്ന് അടിച്ച് 2 പ്രാവശ്യം അടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ കൂട്ടുകാരായിരിക്കും, വല്ലാത്ത ദേഷ്യം വന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ആരെയും കണ്ടില്ല. വേഗം ക്ലോക്കിൽ നോക്കുമ്പോൾ 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ പല്ല് തേച്ചോ കുളിച്ചോ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഞാനിത് വാരിക്കെട്ടി പോയ കൂട്ടത്തിൽ കൃപാസനം ഉപ്പും എൻ്റെ കാശുരൂപം എടുത്തിട്ട് ഞാൻ പോയി. കൂട്ടുകാരൊക്കെ നിലത്ത് ബെഡിട്ടിട്ട് കിടന്നുറങ്ങാൻ ഒക്കേത്തിൻ്റെ വിളിക്കാൻ നേരം ഓരോ ചവിട്ടും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എടാ വേഗം എഴുന്നേക്കെന്ന് പറഞ്ഞു. എന്തായാലും അവരൊരു 5 മിനിറ്റ് തെറ്റിയാൽ പിന്നെ എക്സാം ഹോളിൽ കയറ്റൂല.
അപ്പോൾ ആ കറക്റ്റ് സമയത്തിന് ചെന്ന് വീഴുക ചെയ്തതെന്ന് പറയും. അത്രയും സ്പീഡിൽ ഇവർ വണ്ടിയെടുത്ത് പോയി എക്സാമിന് കയറി. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ നമുക്ക് പ്രചോദനം തന്നത്. അന്നൊരു പക്ഷേ ഞാൻ അടുക്കളയിൽ പണി തീർത്തിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നായിരുന്നെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടാവില്ല, മകനാ എക്സാം മിസ്സായേനെ. അപ്പം സഞ്ചാരി മാതാവിനോട് എങ്ങോട്ട് നമ്മൾ ചെല്ലാൻ പറഞ്ഞാലും എങ്ങോട്ട് നമ്മുടെ കൂടെ വരാൻ പറഞ്ഞാലും അമ്മ തീർച്ചയായും നമ്മുടെ ഒപ്പം വരും. അപ്പം ഉടമ്പടിയുടെ ആ ഒരു വലിയ ശക്തി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവും ഞങ്ങളെല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണ്.